السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സുന്നത്തു റസൂൽ തുമ്മലുമായി ബന്ധപ്പെട്ട മര്യാദകളും നിയമങ്ങളുമാണ് രണ്ട് ക്ലാസുകളിലായി നേരത്തെ നാം മനസ്സിലാക്കിയത്. ആദ്യമായി തുമ്മിയ ആളാരാണ്, തുമ്മലുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക നിയമത്തിൽ ഏതുമായി അത് ബന്ധപ്പെടുന്നു, തുമ്മലിന്റെ സ്ഥാനം അഥവാ അള്ളാഹു അതിനെ ഇഷ്ടപ്പെടുന്നു, അതിന്റെ മര്യാദകളിൽ വായ പൊത്തുക, ശബ്ദം താഴ്ത്തുക, തുമ്മുമ്പോൾ വശങ്ങളിലേക്ക് തിരിയാതിരിക്കുക, തുമ്മിയാൽ അള്ളാഹുവിനെ സ്തുതിക്കുക, സ്തുതിക്കുന്നതിന്റെ 4 രൂപങ്ങൾ, സ്തുതിയിൽ വല്ലതും വർദ്ധിപ്പിക്കാൻ പാടുണ്ടോ ഇല്ലേ, തുമ്മിയാൽ സ്തുതിക്കാത്ത ഒരുത്തനെ അപ്പോൾ ഉണർത്തേണ്ടതുണ്ടോ എന്നീ കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസുകളിൽ നാം മനസ്സിലാക്കിയത്. ഇന്ന് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് മലമൂത്ര വിസർജന സമയത്തിനിടയിൽ ഒരാൾ തുമ്മിയാൽ അയാൾ അതിനുശേഷം നേരത്തെ പറഞ്ഞ അള്ളാഹുവിനെ സ്തുതിക്കുക എന്ന കാര്യം പറയേണ്ടതുണ്ടോ, അതിന്റെ വിധി എന്താണ് എന്നതിനെ സംബന്ധിച്ചാണ്. ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ 2 അഭിപ്രായങ്ങളുണ്ട്. ഒന്നാമത്തെ അഭിപ്രായം, മലമൂത്ര വിസർജനത്തിനിടയിൽ ആണെങ്കിൽ അള്ളാഹുവിനെ സ്മരിക്കുക എന്ന് പറയുന്നത് കറാഹത്തായ കാര്യമാണ് എന്നതാണ്. ഈ വീക്ഷണമാണ് ഹനഫി, ഷാഫിഈ, ഹംബലി മദ്ഹബിനുള്ളത്. മാലിക്കി മദ്ഹബിലെ ഒരു അഭിപ്രായവും അതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, അതേപോലെ അത്വാ, ശഅബി എന്നീ ആളുകളുടെ വീക്ഷണമായും ഇത് പറയപ്പെട്ടിട്ടുണ്ട്. ഈ അഭിപ്രായത്തിന് അനുകൂലമായി അവർ തെളിവാക്കുന്ന ഹദീസുകൾ വിശദീകരിക്കാതെ ഇവിടെ സൂചിപ്പിക്കാം. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മലമൂത്ര വിസർജനത്തിനായി പ്രവേശിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ് എന്ന പ്രാർത്ഥന നടത്താറുണ്ടായിരുന്നു. ഇത് ഇവിടെ തെളിവാക്കുന്ന കാര്യം, കക്കൂസിലേക്ക് കയറിയതിനു ശേഷം പ്രാർത്ഥന പറ്റുമെങ്കിൽ അതിനോടനുബന്ധിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പ്രാർത്ഥന നടത്തുക. എന്നാൽ അത്തരമൊരു ഘട്ടത്തിൽ അനുവദനീയമല്ല എന്നതുകൊണ്ടാണ് കാരണം ഉണ്ടാകുന്നതിന് മുമ്പ്, സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥന നടത്തിയത്. രണ്ടാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മൂത്രിച്ചുകൊണ്ടിരിക്കെ അടുത്തുകൂടി നടന്നുപോയ ഒരാൾ നബിയോട് സലാം പറയുകയും എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമയത്ത് അയാളോട് സലാം മടക്കാതിരിക്കുകയും ചെയ്തു. ഇതിൽ നിന്ന് പണ്ഡിതന്മാർ തെളിവാക്കിയിട്ടുള്ളത് ആ സമയത്ത് അള്ളാഹുവിനെ കുറിച്ച് പറയാനുള്ള ഒരു സന്ദർഭമല്ല ഇത് എന്നതാണ്. അതേപോലെ തന്നെ മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തുകൂടി ഒരാൾ നടന്നുപോയി, പ്രവാചകൻ മൂത്രിക്കുകയായിരുന്നു. നബിയോട് അയാൾ സലാം പറഞ്ഞു. അപ്പോൾ നബി അദ്ദേഹത്തോട് പറഞ്ഞു, ഇതുപോലുള്ള സന്ദർഭത്തിൽ എന്നെ നീ കണ്ടാൽ അപ്പോൾ എന്നോട് നീ സലാം പറയരുത്. നീ അങ്ങനെ ചെയ്താൽ ഞാൻ ആ സന്ദർഭത്തിൽ നിനക്ക് സലാം മടക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ ഹദീസുകൾക്ക് പുറമെ 4മതായി ബുദ്ധിപരമായ ഒരു തെളിവ് അവർ പറയുന്നത്, അള്ളാഹുവിനെ സ്മരിക്കുക അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നാമം പറയുക എന്നുള്ളത് അള്ളാഹുവിനെ മഹത്വപ്പെടുത്തലാണ്, അള്ളാഹുവിന്റെ നാമങ്ങളെ പ്രകീർത്തിക്കലാണ്. അത്തരം കാര്യങ്ങൾ മോശപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന് ഉണ്ടാവാൻ പറ്റില്ല. കാരണം അള്ളാഹുവിനെ പ്രകീർത്തിക്കുക, അവന്റെ നാമങ്ങൾ പറയുക എന്ന് പറയുന്നത് ഇത്തരം വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ അനുവദനീയമല്ല. അള്ളാഹുവിനെ മഹത്വപ്പെടുത്തൽ ഇത്തരം സന്ദർഭങ്ങളിൽ നിന്ന് സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് എന്ന കാരണമാണ്. ഇത്തരം തെളിവുകളെ വിശദീകരിച്ചുകൊണ്ടാണ് പാടില്ല എന്ന് പറയുന്ന ആളുകൾ ആ കാര്യം, അല്ലെങ്കിൽ കറാഹത്താണ് എന്ന് പറയുന്ന ആളുകൾ അത് വിശദീകരിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ വീക്ഷണം, മലമൂത്ര വിസർജന സമയത്ത് ഒരാൾ തുമ്മിയാൽ അള്ളാഹുവിനെ സ്തുതിക്കൽ അനുവദനീയമാണ് എന്നതാണ്. അതിന് യാതൊരു വിലക്കുമില്ല. നേരത്തെ പറഞ്ഞു മാലിക്കി മദ്ഹബിലെ ഒരു വീക്ഷണം പാടില്ല എന്നതാണ്. എന്നാൽ ഇമാം മാലിക്കിന്റെ അഭിപ്രായം അനുവദനീയമാണ് എന്നതാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിലേക്കും അതുപോലെ ഇമാം നഖഈ, ഇബ്നു സീരീൻ എന്നിവരിലേക്കും ഈ അഭിപ്രായങ്ങൾ ചേർത്ത് പറയപ്പെട്ടിട്ടുണ്ട്. അവർ പറയുന്ന തെളിവ്, 1. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിച്ച ഒരു മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസ്, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യദ്കുറുല്ലാഹ അലാ കുല്ലി അഹ്യാനിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ സന്ദർഭത്തിലും അള്ളാഹുവിനെ ഓർക്കാറുണ്ടായിരുന്നു. ഇവിടെ
എല്ലാ സമയത്തും അള്ളാഹുവിനെ ഓർക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സ്മരിക്കുന്നതിന് അല്ലെങ്കിൽ ദിക്റിന് അതിൽ നിന്ന് ഒന്നും ഒഴിവാക്കിയിട്ടില്ല എല്ലാ സമയവും എന്ന് പറഞ്ഞാൽ അത് മലമൂത്ര വിസർജനത്തിന്റെ സമയത്തെയും ഉൾക്കൊള്ളുന്നതാണ് എന്നതാണ്. ഈ അഭിപ്രായത്തെ അല്ലെങ്കിൽ ഈ ഹദീസ് കൊണ്ട് തെളിവ് പിടിക്കുന്നതിനെ ആദ്യം പറഞ്ഞ വിഭാഗക്കാർ എതിർത്തിട്ടുണ്ട്. എല്ലാ സന്ദർഭവും എന്ന് പറഞ്ഞതിൽ നിന്ന് മലമൂത്ര വിസർജന സമയം ഒഴിവാണ് എന്ന് നേരത്തെ പറഞ്ഞ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ അവർ മറുപടി പറയുന്നു. രണ്ടാമത്തെ തെളിവായി അനുവദനീയമാണെന്ന് പറയുന്നവർ സൂചിപ്പിക്കുന്നത് ഹദീസിൽ വന്നിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. ഭാര്യാഭർത്താക്കന്മാർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അതിന്റെ മുമ്പായി നടത്തേണ്ടുന്ന പ്രാർത്ഥന. ഇത് മുത്തഫഖുൻ അലൈഹിയായ ഹദീസിലുള്ളതാണ്. ഇതുകൊണ്ട് അവർ തെളിവാക്കുന്നത് ലൈംഗിക ബന്ധ സമയത്ത് കശ്ഫുൽ ഔറത്ത് വെളിവാകാൻ സാധ്യതയുണ്ട്. ഔറത്ത് വെളിവാകുന്ന അത്തരം ഘട്ടത്തിൽ അള്ളാഹുവിനെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് അനുവദനീയമാണെങ്കിൽ മലമൂത്ര വിസർജന സമയത്തും നഗ്നത വെളിവാകാം, ഭാഗികമായി അല്ലെങ്കിൽ പൂർണ്ണമായി. അപ്പോൾ ആ ഘട്ടത്തിൽ അള്ളാഹുവിനെ ഓർക്കുന്നതിന് യാതൊരു വിലക്കുമില്ല എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. മൂന്നാമത്തെ തെളിവായി സൂചിപ്പിക്കുന്നത് മലമൂത്ര വിസർജന സമയത്ത് അള്ളാഹുവിനെ ഓർക്കരുതെന്നോ അല്ലെങ്കിൽ തുമ്മിയാൽ അള്ളാഹുവിനെ സ്തുതിക്കരുതെന്നോ ഖണ്ഡിതമായ ഒരു രേഖ എവിടെയും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല, നബിയിൽ നിന്ന് വന്നിട്ടില്ല എന്നതാണ്. അതോടൊപ്പം അവർ പറയുന്നു സലാം പറഞ്ഞാൽ മടക്കാൻ പാടില്ല എന്നത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അതേപോലെ തുമ്മിയാൽ അള്ളാഹുവിനെ സ്തുതിക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖണ്ഡിതമായി വ്യക്തമായി പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു തെളിവില്ല. പിന്നെ അള്ളാഹുവിനെ സ്തുതിക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിനെ ഓർക്കലും അള്ളാഹുവിനെ മഹത്വപ്പെടുത്തലാണ്. അത് മോശപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന് ഒഴിവാക്കേണ്ടതുണ്ട് എന്ന വാദത്തിന് മറുപടിയായി ഇവർ പറയുന്നത് ഇവിടെ അള്ളാഹുവിനെ മഹത്വപ്പെടുത്താൻ വേണ്ടിയാണ്. സ്ഥലം മോശപ്പെട്ടതാണെങ്കിലും എവിടെയും അള്ളാഹുവിനെ ഓർക്കണം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ ഓർക്കാം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ അള്ളാഹുവിനെ ഓർക്കുന്നത്. അത് അള്ളാഹുവിനെ മോശപ്പെടുത്തലല്ല, മറിച്ച് അള്ളാഹുവിനെ ബഹുമാനിക്കൽ തന്നെയാണ് എന്നതാണ്. നാലാമത്തെ തെളിവായി അനുവദനീയമാണ് എന്ന് പറയുന്നവരുടെ തെളിവ് ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള സ്വഹീഹായ ഹദീസ്. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖറഉൽ ഖുർആന വറൗസുഹു ഫി ഹിജ്രി വഅന ഹായിൽ. ഞാൻ ആർത്തവകാരിയായിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തല എന്റെ മടിയിലായിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ പാരായണം ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ആർത്തവമുള്ള ശുദ്ധിയില്ലാത്ത ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തലവെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ പാരായണം ചെയ്തു. അപ്പോൾ അവിടെ നജസിനോട് അല്ലെങ്കിൽ നജസുള്ള സ്ഥലത്തോട് അടുത്ത് നിൽക്കുന്നു എന്ന കാര്യമുണ്ടായിരുന്നിട്ട് പോലും ഖുർആൻ പാരായണം ചെയ്യുന്നതിൽ നിന്ന് നബിയെ അത് തടഞ്ഞില്ല, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഒഴിവാക്കിയില്ല. എങ്കിൽ പിന്നെ മലമൂത്ര വിസർജന സമയത്തും തടയേണ്ടതില്ല എന്നതാണ് ഈ ആളുകളുടെ നാലാമത്തെ തെളിവ്. ഇങ്ങനെ രണ്ട് വിഭാഗവും അവരവരുടേതായ തെളിവുകൾ ഉദ്ധരിക്കുന്നുണ്ട്. ഇപ്പോൾ രണ്ട് വീക്ഷണമുണ്ട്, രണ്ടു കൂട്ടർക്കും അവരവരുടേതായ തെളിവുകളുണ്ട് എന്ന് മനസ്സിലാക്കുക. എന്നാൽ ഈ രണ്ട് വീക്ഷണങ്ങളിൽ പല പണ്ഡിതന്മാരും തെരഞ്ഞെടുത്തിട്ടുള്ളത് അത് നേരത്തെ പറഞ്ഞ പാടില്ല അല്ലെങ്കിൽ കറാഹത്താണ് എന്ന അഭിപ്രായമാണ്. സൂക്ഷ്മതയ്ക്ക് നല്ലത് അതാണ്. അഭിപ്രായ വ്യത്യാസത്തിൽ നിന്ന് പുറത്തു കടക്കാൻ അല്ലെങ്കിൽ രക്ഷപ്പെടാനും അതാകുന്നു നല്ലത് എന്നതാണ് ഈ രണ്ടഭിപ്രായങ്ങളിൽ റാജിഹായ അഭിപ്രായമായി ചില പണ്ഡിതന്മാർ അല്ലെങ്കിൽ പല പണ്ഡിതന്മാരും സൂചിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ സംശയമുള്ളതിനെ സംശയമില്ലാത്തതിലേക്ക് വിട്ടേക്കുക എന്ന തത്വത്തിന്റെയും അല്ലെങ്കിൽ ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ. എന്നാൽ ഇതിലേതെങ്കിലും ഒരു കാര്യം ഒരാൾ തെരഞ്ഞെടുത്താൽ അതിൽ പരസ്പരം ആക്ഷേപിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യേണ്ടുന്ന കാര്യമില്ല. കാരണം വീക്ഷണ വ്യത്യാസമുള്ള ഒരു വിഷയമാണ്. രണ്ടു കൂട്ടർക്കും അവരവരുടേതായ തെളിവുകളുണ്ട് എന്നതും. എന്നാൽ ഇവിടെ തർക്കം ലഫ്ള് കൊണ്ട്, അതായത് നമ്മൾ നാവ് കൊണ്ട് പറഞ്ഞ് അള്ളാഹുവിനെ സ്തുതിക്കുന്നതിനെ സംബന്ധിച്ചാണ്. എന്നാൽ ഒരാൾ നാവ് കൊണ്ട് പറയാതെ ഹൃദയത്തിൽ അള്ളാഹുവിനെ ഓർക്കുക അല്ലെങ്കിൽ സ്തുതിക്കുക, മനസ്സുകൊണ്ട് അൽഹംദുലില്ലാ എന്ന് പറയുക, നാവ് കൊണ്ട് വെളിവാക്കി പറയാതെ, അങ്ങനെ പറയൽ അനുവദനീയമാണോ? ഇത് അനുവദനീയമാണ് എന്ന് പല പണ്ഡിതന്മാരും സൂചിപ്പിച്ചത് കാണാം. കാരണം ഇവിടെ വെളിവാക്കുന്നതിലാണ് തർക്കം ഉള്ളത്. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഖൽബ് കൊണ്ടുള്ള സ്തുതി അല്ലെങ്കിൽ അള്ളാഹുവിനെ ഓർക്കൽ അനുവദനീയമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെയും പല പണ്ഡിതന്മാരും ഈ അഭിപ്രായം രേഖപ്പെടുത്തിയത് കാണാം. കാരണം മനസ്സിനെ പിടിച്ചുവെക്കുക എന്നത് സാധ്യമല്ല. മാത്രവുമല്ല ഇവിടെ നാവ് കൊണ്ട് വെളിവാക്കി പറയുന്നുമില്ല. ഇനി പഴയ കാലത്തിൽ നിന്ന് വ്യത്യസ്തമായി ആധുനിക കാലഘട്ടത്തിൽ കക്കൂസും അതുപോലെ തന്നെ കുളിമുറിയും ഒരുമിച്ചുള്ളതുണ്ടാകാം. ഇത് ഒരുമിച്ചാണെങ്കിൽ അതിനും ഈ പറഞ്ഞ
കക്കൂസിന്റെ ടോയ്ലറ്റുകളുടെ അതേ വിധിയാണ്, അല്ലെങ്കിൽ ആ തർക്കങ്ങൾ ഇവിടെയും ഉണ്ടാകുന്നു എന്നതാണ്. എന്നാൽ ടോയ്ലറ്റ് ഇല്ലാത്ത വെറും കുളിമുറികൾ മാത്രമുള്ള സ്ഥലങ്ങളാണെങ്കിൽ അവിടെ അള്ളാഹുവിനെ സ്തുതി നടത്തുകയോ ഓർക്കുകയോ പറയുകയോ ചെയ്യുന്നതിന് കുഴപ്പമില്ല. കാരണം അവിടെ മലമൂത്ര വിസർജനത്തിന്റെ സ്ഥലമല്ല, നജസ് അല്ലെങ്കിൽ അത്തരം മോശപ്പെട്ട സ്ഥലമോ അല്ല എന്നതും പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക.